പാൻ വല്ലാണ്ടങ്ങൾ ക്ഷീണിച്ചല്ലോടോ, കറുത്തും പോയി. നേരത്തെ വെളുത്തിരുന്നത് പോലെയാണ് ഇയാള് പറയണത്. ഓ എന്തോ പറയാനാടോ, ഫുഡ് ശരിയാവുന്നില്ല. ഒരു ദിവസം പനയോലയാണെ നെക്സ്റ്റ് ഡേ ഫുഡ് ചേഞ്ച് ആകും, വാഴത്തരയാവും. പറ്റുന്നുള്ളൂ, ഡെയിലി ഒരേ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ജോലി അതായി പോയില്ലേ. ഇമ്മക്കൊന്നും യോഗയില്ല അമ്മണിയേ. ഇപ്പോൾ നിങ്ങളൊരു സംഭവം അറിഞ്ഞായിരുന്നു, ഈ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗം എന്ന സ്ഥലത്ത് എത്തുമെന്ന്. അതാര് പറഞ്ഞു? മോഹനൻ. ഏത് മോഹനൻ? ഹീറോ എന്റെ മോഹനൻ, കാളക്കാരൻ മോഹനൻ. എന്നിട്ട് അവിടെ ഭയങ്കര സെറ്റപ്പാണെന്ന് അയാൾ പറയണത്. സംഭവം ഉള്ളതാ കേട്ടോ. എന്റെ അപ്പൂപ്പനും പണ്ട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് ഉള്ളതാണോടെ? പിന്നെ ഇതൊക്കെ ഉള്ളതാ. പിന്നെ നമ്മൾ ചത്ത് കഴിയുമ്പോഴല്ലോ നേരെ ഇവിടെ ഞങ്ങളുടെ ആ സ്ഥലത്തെത്തും. എവിടെ? സ്വർഗത്തില് അവിടെ 2 വാതിലുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അതെന്തിനാണ്? അതൊന്നും എനിക്കറിയാൻ പാടില്ല, അതൊക്കെ നീ വലുതാവുമ്പോ പഠിച്ചോളൂ. ഇനി ഇവൻ ഇത് എവിടെയായിട്ട് വലുതാകാന്ന്? വലുതായി മുതുകോഴിയായി. ചെറിയ വാതിലൂടെ വേണം കേറാനെന്നാ അപ്പം പറഞ്ഞേക്കണം. വലുത് ഡേഞ്ചർ ആണെന്ന്. അതിലൂടെ കയറിയാ പണി കിട്ടും. എന്നിട്ട് ഈ വാതിലിനകത്തോട്ട് കയറി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ 2 മീറ്റർ ഇടവിട്ട് സ്വർണത്തിന്റെ പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ്. അതെന്തിനാട്? ഏടാവേ ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ സ്വർഗത്തിൽ ഇങ്ങനെ മുള്ളി നടക്കും ഞങ്ങള്. അതെന്തിനാടാ സ്വർണത്തിന്റെ പോസ്റ്റ്? ഇവിടെ പൊട്ടൻ മുട്ട, ഇത് സ്വർഗമാണ്, അവിടത്തെ പോസ്റ്റാണിത്, അല്ലാതെ KCBയുടെ അല്ല. സ്വർഗത്തിൽ ആരാണ് സിമന്റ് കുഴക്കാനിരിക്കുന്നത്? ഓ ഓ ഓ ഓ ഞങ്ങൾ കയറി ചെല്ലുമ്പോ തന്നെ ഓരോരുത്തർക്കും ഓരോ പെറ്റ് ഹൗസ് തരും. ആര് പെറ്റത്? ആരും പെറ്റതല്ല, ഇവിടെ പെറ്റ് ഹൗസ്, ഇവിടത്തെ പട്ടിക്കൂട്. ഈ പട്ടിക്കുഴയാണോ നീ പെറ്റ് ഹൗസ് എന്ന് പറഞ്ഞത്? ഓ മരമുട്ട, താൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പറമ്പിൽ പുല്ല് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോടോ? വകതിരിവ് വേണം, വകതിരിവ്. ബാക്കി പറയടാ. ഈ പെറ്റ് ഹൗസിൽ നമുക്ക് ലാവിഷായിട്ട് കിടക്കാടോ. എവിടെ എന്ത് വേനലും ചെയ്യാം. കൃത്യസമയത്തുണ്ടല്ലോ ഫുഡ് വരും. രാവിലെ പാൽച്ചായ, നല്ല എരുമപ്പാൽ, നല്ല കട്ടിയുള്ള പാൽച്ചായ കിട്ടും. പിന്നെ ചായ വേണ്ടാത്തവർക്ക് ഫ്രഷ് പാലായിട്ടും കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും പൊറോട്ടയോ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ആയിരിക്കും. അയ്യോ എടാ നിങ്ങൾ ചൂടാവണ്ട. സ്വർഗത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള കറിയൊന്നും അല്ല. അതെല്ലാം നമ്മുടെ ആവശ്യത്തിന് ചൂടോടെ പ്രത്യക്ഷപ്പെടുത്തി എടുക്കും, അറിയാവാ. അങ്ങനെ എൻ്റെ അപ്പം പറഞ്ഞേക്കണത്. അല്ലാതെ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള പരിപാടിയൊന്നും അല്ല ഇവിടെ. ഇവിടെ ഇങ്ങനെ ഞൊടിച്ചു കഴിയുമ്പോ സാധനം വരും. എന്നാ കൊള്ളാം, അല്ലേ നിന്നെ കൊത്തി കൊന്നനെ പറ്റി ഞാൻ. ഇടിച്ചുകൂട്ടി ഇപ്പൊ തന്നെ സ്വർഗത്തിൽ എത്തിച്ചാണ് ഞാൻ. എന്റെ കൂട്ടുകാരാ, എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം കേട്ടോ. ചിന്തിക്കണം. എന്താ ഞാൻ പറയാ, ഞങ്ങൾക്കും ഇതുപോലൊരു ഉഗ്രം സ്വർഗമുണ്ട്. ഇങ്ങനെ പച്ചപ്ലാവിലേക്ക് തൂക്കി നിറയെ വെളുത്തതും കറുത്തതുമായിട്ടുള്ള പെണ്ണാടുകളൊക്കെയുള്ള ഒരു സ്വർഗം. അവിടെ പിണ്ണാക്കുകളോ ഒക്കെയുള്ള ഒരു സ്വർഗം. ഞങ്ങൾക്കൊരു സ്വർഗമൊക്കെ ഉണ്ടെന്ന് അമ്മാവൻ പറഞ്ഞായിരുന്നു. പക്ഷെ മുഴുവൻ കഥ പറയണതിന് മുമ്പ് അമ്മ അവനെ കോഴിക്കാരന് വിറ്റു. അവിടെ എനിക്കുണ്ടല്ലോ, അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല സ്വർണ്ണ നിറമുള്ള ഗോതമ്പ്. അതെന്ത് ഗോതമ്പാണ്? ഇവിടെ താൻ ഈ റേഷൻകളിലെ ഗോതമ്പൊന്നും അല്ല, നല്ല പഞ്ചാബിലുണ്ടാകുന്ന സ്വർണ്ണ നിറം, നല്ല ഗോൾഡൻ ഗോതമ്പ്. 3 നേരം ഗോൾഡൻ ഗോതമ്പ്. പിന്നെ കുറേ പിടകള്, കറുപ്പും വെളുപ്പും ബ്രൗണും നാടനും ബ്രോയിലറും, അങ്ങനെ എല്ലാം. ഞാനിങ്ങനെ അവരുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ മെഴുകിഞ്ഞ പക്കത്ത് വാ കൺമണി, ആഹാ ഇതെന്ത് നല്ല സ്വർഗം. അതെ, ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാലേ,